ആലപ്പുഴ ജില്ലയിലെ പ്രമുഖനായ CPM നേതാവ് ബിപിൻ സി ബാബു BJPയിൽ പാർട്ടി കുടുംബത്തിൽ നിന്നുള്ള ജില്ലാ പഞ്ചായത്ത് അംഗമായ നേതാവാണ് BJPയിൽ ചേർന്നിരിക്കുന്നത്. ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിലെ കൃഷ്ണപുരം ഡിവിഷൻ അംഗമാണ് ബിപിൻ. SFI മുതൽ പ്രവർത്തിച്ചു വന്ന നേതാവാണ് അദ്ദേഹം. SFI ജില്ലാ സെക്രട്ടറി, DYFI ജില്ലാ പ്രസിഡന്റ്, CPM ഏരിയ കമ്മിറ്റി അംഗം തുടങ്ങിയ നിലയിൽ അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. ഒരു ഘട്ടത്തിൽ കായംകുളം നിയമസഭാ മണ്ഡലത്തിലേക്ക് വരെ അദ്ദേഹത്തെ പരിഗണിച്ചിരുന്നു. ബ്ലോക്ക് പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തുടങ്ങി സർവകലാശാല സെനറ്റ് അംഗവുമായിരുന്നു ബിപിൻ. CPM നേതൃത്വത്തെ ആകെ ഞെട്ടിച്ചാണ് ബിപിന്റെ പാർട്ടി മാറ്റം. ജില്ലയിലെ കടുത്ത വിഭാഗീയത വ്യക്തമാക്കുന്നതാണ് ബിപിന്റെ ഈ പാർട്ടി മാറ്റം. കായംകുളത്തെ പാർട്ടിയിലെ വിമത സ്വരമായിരുന്നു ബിപിൻ. ഇതിന്റെ പര്യവസാനമാണ് BJPയിലേക്കുള്ള കൂടുമാറ്റം. ബിപിനെ അനുകൂലിക്കുന്ന നിരവധി പ്രവർത്തകർ കായംകുളത്തുണ്ട്. ഇവരിൽ ആരൊക്കെ പാർട്ടി വിടുമെന്ന പരിശോധനയിലാണ് CPM. നേരത്തെ പാർട്ടിയിൽ അച്ചടക്ക നടപടി നേരിട്ടയാളാണ് ബിപിൻ സി ബാബു. പിന്നീട് നിരവധി ആരോപണങ്ങൾ ഉയർത്തി CPMനെ സമ്മർദ്ദത്തിലാക്കിയിരുന്നു. 2023 ഭാര്യയുടെ പരാതിയെ തുടർന്ന് 6 മാസത്തേക്ക് സസ്പെൻഷനിലായ ബിപിനെ പിന്നീട് പാർട്ടി ബ്രാഞ്ചിലേക്ക് തിരിച്ചെടുത്തിരുന്നു. ആലപ്പുഴ CPMൽ വിഭാഗീയ പ്രശ്നങ്ങൾ പുകയുന്നതിനിടെയാണ് പാർട്ടി നേതാവ് BJPയിലേക്ക് എത്തിയിരിക്കുന്നത്. BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ, PK കൃഷ്ണദാസ്, MT രമേശ്, ശോഭ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ചേർന്നാണ് ബിപിനെ സ്വീകരിച്ചത്. കൂടുതൽ നേതാക്കളും പ്രവർത്തകരും CPM വിട്ട് BJPയിൽ എത്തുമെന്ന് K. സുരേന്ദ്രൻ അവകാശപ്പെട്ടു. BJPയുടെ സംഘടനാ പർവം തിരുവനന്തപുരത്ത് നടക്കുന്നതിനിടയിലാണ് ബിപിൻ പാർട്ടിയിൽ അംഗത്വം എടുത്തത്. സന്ദീപ് വാര്യർ പാർട്ടി വിട്ടു പോയതും പാലക്കാട്ടെ തോൽവിയും വലിയ പ്രതിസന്ധിയായ BJPക്ക് ആശ്വാസം നൽകുന്നതാണ് CPMൽ നിന്നുള്ള ഒരാളുടെ കടന്നുവരവ്. ചില മാലിന്യങ്ങൾ പോകുമ്പോൾ BJPയിലേക്ക് ശുദ്ധജലം വരുന്നുവെന്നും സുരേന്ദ്രൻ പറഞ്ഞു. സന്ദീപ് വാര്യർക്ക് നേരെയായിരുന്നു ഈ ഒളിയമ്പ്. പേര് പരാമർശിക്കാതെയായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം. ആലപ്പുഴയിലും സമീപ ജില്ലയായ കൊല്ലത്തും CPMന് പാർട്ടിക്കുള്ളിൽ നിന്നു തന്നെ വൻ എതിർശബ്ദങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ബ്രാഞ്ച് ഏരിയ സമ്മേളനങ്ങൾ നടക്കുന്ന സാഹചര്യത്തിലാണ് CPMന് ഈ തിരിച്ചടികൾ. കഴിഞ്ഞ ദിവസം കൊല്ലത്ത് പാർട്ടിക്കുള്ളിൽ ഒരു വിഭാഗം പരസ്യമായി രംഗത്ത് വന്നിരുന്നു. സേവ് CPM എന്ന പ്ലക്കാർഡുകൾ ഉയർത്തിയാണ് കഴിഞ്ഞ ദിവസം ഇവർ പ്രതികരിച്ചത്. ഏരിയ സമ്മേളനം വീടിന്റെ 1 കിലോമീറ്റർ പരിധിക്കുള്ളിൽ നടന്നിട്ടും CPM അമ്പലപ്പുഴ ഏരിയ സമ്മേളനത്തിലേക്ക് CPM നേതാവും മുൻ മന്ത്രിയുമായ G. സുധാകരനെ ക്ഷണിക്കാതിരുന്നത് വിവാദമായിരിക്കുകയാണ്. ഇതിനു പുറമെയാണ് BJPയിൽ ചേർന്ന മുതിർന്ന നേതാവ് CPMനെ കൂടുതൽ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത്. പാർട്ടി അംഗത്വം സ്വീകരിച്ച ശേഷം ബിപിൻ സി ബാബു മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. ശബ്ദരേഖ കേൾക്കാം. മതനിരപേക്ഷ സ്വഭാവം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് CPM എന്ന് പറയുന്ന പ്രസ്ഥാനം ഒരു വിഭാഗത്തിന്റെ മാത്രമായി മാറിക്കൊണ്ടിരിക്കുക. കുറച്ച് വർഗീയ ശക്തികളാണ് ഇതിനെ ഇപ്പോൾ നിയന്ത്രിക്കുന്നത്. മതനിരപേക്ഷത ഇല്ലാത്ത പാർട്ടിയായി ഇത് മാറി. അതാണ് പ്രധാനപ്പെട്ട കാരണം. പിന്നെ ഈ രാജ്യത്ത് മോഡി ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. സാധാരണ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ധാരാളം പദ്ധതികൾ കഴിഞ്ഞ 10 വർഷക്കാലങ്ങൾക്കിടയിൽ രാജ്യം ഭരിക്കുന്ന മോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. വേറൊന്നും വേണ്ട, നമ്മൾ ഉദാഹരണം നമ്മുടെ നാഷണൽ ഹൈവേ മാത്രം എടുത്താൽ മതി. കേരളത്തിൽ ഏറ്റവും വലിയ വികസന പദ്ധതിയാണ്. നമുക്കെല്ലാവർക്കും ഏറ്റവും ഗുണകരമാവുന്ന രൂപത്തിലുള്ള പദ്ധതികളാണ്. ഇപ്പൊ റെയിൽവേ, മറ്റൊന്ന് റെയിൽവേയിൽ നടന്നിട്ടുള്ള വികസന പദ്ധതികൾ ഞാൻ എടുത്തു പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന 2 പ്രവർത്തനങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിച്ചതേ ഉള്ളൂ. ഇതെല്ലാം ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന നയങ്ങൾ രാജ്യത്ത് നടപ്പിലാക്കി മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ടാണ് BJPയിൽ അംഗത്വം എടുത്തിരിക്കുന്നത്. ഇനി ആ പാർട്ടിയിൽ നിന്ന് ഇപ്പോഴത്തെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്, പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ ആലപ്പുഴ, എന്റെ നാടാണ് ആലപ്പുഴ. ഞാൻ ആലപ്പുഴയിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്നു. ആലപ്പുഴയിലുണ്ടായ ദയനീയ പരാജയം CPM നമ്മളെല്ലാം മുന്നിൽ കണ്ടതാണ്. കേരളത്തിലുള്ള അവസ്ഥ അത് തന്നെയാണ്. ഇനി മുന്നോട്ട് പോകാൻ ഈ പാർട്ടിക്ക് പറ്റില്ല. പ്രത്യേകിച്ച് G. സുധാകരൻ സാറിന്റെ അവസ്ഥ ഞാൻ നേരത്തെ പറഞ്ഞു. ഒരു വിഭാഗത്തിന്റെ കയ്യിലേക്ക് ഈ പാർട്ടി പോവുകയാണ്. അതിന്റെ ഭാഗത്ത് ഇന്ത്യയിലെ ഏറ്റവും നല്ല പൊതുപ്രവർത്തകനാണ്, ഏറ്റവും നല്ല മന്ത്രിയായി പ്രവർത്തിച്ചു ദീർഘകാലം കേരളത്തിന് വേണ്ടി സേവനം അനുഷ്ഠിച്ച ആളാണ് G. സുധാകരൻ സാർ. അദ്ദേഹത്തിന് പോലും ഈ പാർട്ടിയിൽ ദയനീയമായ അവസ്ഥയാണ് ആലപ്പുഴയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ഒരു കാരണമാണ്.